ഓക്കെ മക്കളെ, അപ്പൊ ഇന്ന് നമ്മുടെ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ചോദിക്കാൻ സാധ്യതയുള്ള സകലമാന ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ നിങ്ങൾ മാക്സിമം ആക്റ്റീവായിട്ടിരിക്കുക, മാക്സിമം ഇത് കണ്ടു തീർക്കുക. ഓക്കെ, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കാം. സോ ഈ വീഡിയോ ഇവിടെ വെച്ച് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ പോവാ, ഡിസ്ക്രിപ്ഷനിൽ പോവാം. ഡിസ്ക്രിപ്ഷനിൽ പോയതിനു ശേഷം ഞാൻ ഈ ഒരു PDF-ന്റെ ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ PDF ഡൗൺലോഡ് ചെയ്യുക, PDF ചെയ്ത് നോക്കുക. ഓക്കെ, ചെയ്ത് നോക്കുമ്പോൾ ഡൗട്ട്സ് വരുന്നത് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? സോ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അത് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഓൺ ആക്കാൻ മറന്നിട്ട് ഞാൻ പകുതിയോളം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് തീർത്തു. കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്: The chemical and physical properties of an element are periodic function of their dash. ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച എല്ലാ മക്കൾക്കും അറിയാം പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. സോറി, ഫസ്റ്റ് ചാപ്റ്റർ അല്ല, സെക്കൻഡ് ചാപ്റ്റർ, അറ്റോമിക് നമ്പർ. ഇപ്പൊ തന്നെ പഠിച്ചോ. The chemical and physical properties of an element are periodic function of their atomic number. This is known as modern periodic law. Okay. So next question: Which of the following is a balanced chemical equation? വളരെ സിമ്പിൾ ആണ്. ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആയിരിക്കണം. ഇതാണ് റിയാക്ടന്റ് സൈഡ്. ഓക്കെ, ആരോ സൈഡിന് പിറക്കുള്ള സൈഡാണ് റിയാക്ടന്റ് സൈഡ്, ആരോ സൈഡിന് അപ്പുറത്തുള്ള സൈഡാണ് പ്രോഡക്റ്റ് സൈഡ്. അവിടെ എൻ്റെ അടുത്തും നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആയിരിക്കും. നോക്കും, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എത്ര mg ഇടാം? 1 mg. ഇവിടെ എത്ര mg? 1 mg. ഈക്വൽ ആണ്. എത്ര ഓക്സിജൻ ഇവിടെ? 2 ഓക്സിജൻ ഉണ്ട് ഇവിടെ. ഇവിടെ എത്ര ഓക്സിജൻ? ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഈക്വൽ ആണോ? അല്ല. അപ്പൊ ഇത് ബാലൻസ് അല്ല. ഇവിടെ 2 mg, ഇവിടെ 1 mg. ബാലൻസ്ഡ് ആണോ? അല്ല. ഇവിടെ 1 mg, ഇവിടെ 2 mg. ബാലൻസ്ഡ് ആണോ? അല്ല. അടുത്ത നോക്കി, ഇവിടെ 2 mg, ഇവിടെയും 2 mg. അപ്പൊ mg ബാലൻസ്ഡ് ആണ്. ഓക്സിജൻ നോക്ക്, 2 ഓക്സിജൻ, ഇവിടെയും 2 ഓക്സിജൻ. എന്താണ്? ബാലൻസ്ഡ് ആണ്. സോ ദ ആൻസർ ഈസ് 2 mg plus O2 gives 2 MgO. Okay, next. NaCl plus AgNO3 gives AgCl plus NaNO3. Okay, എന്തോ റിയാക്ഷൻ അറിയില്ല. വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇസ് ദിസ്? ഏത് ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻ ആണിത്? വളരെ സിമ്പിൾ ആണ്. നോക്കടാ, ഇവിടെ NaCl കൂടെ, ഇവിടെയോ NaNO3 കൂടാണ്. ഇരിക്കുന്ന NO3. അപ്പൊ NaNO3 കൂടെ പോയി. ഇവിടെ AgNO3 കൂടെ, ഇവിടെ AgCl കൂടാണ്. ആരാ Cl? തായിരിക്കുന്ന Cl കണ്ടോ? അപ്പൊ NaNO3 കൂടെ പോയി, പകരം AgCl കൂടെ പോയി. അത് സംഭവം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ എക്സ്ചേഞ്ച് ചെയ്യുന്ന റിയാക്ഷൻ എന്താ വിളിക്കുക? അതിന് വിളിക്കുന്ന പേരാണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഓക്കെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് നടക്കുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. വളരെ സിമ്പിൾ ആടാ. എയും ബിയും രണ്ട് ഏതോ എലമെന്റ് ആണെന്ന് വിചാരിക്കാം. എയും ബിയും കൂടെ ചേർന്നിട്ട് ഒരു എലമെന്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് കോമ്പിനേഷൻ. ഇനി എ ബി എന്ന് പറഞ്ഞൊരു ഒറ്റ എലമെന്റ് റിയാക്ട് ചെയ്ത് 2ആയിട്ടോ 3ആയിട്ടോ ഒക്കെ മാറിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് ഡീകമ്പോസിഷൻ. ഓക്കെ, ഇനി എ ബി എന്ന് പറയുന്ന എലമെന്റിന്റെ അടുത്തോട്ട് സി എന്ന് പറയുന്ന എലമെന്റ് വന്നു. ഈ ബി സിനെയും കൊണ്ട് ഒളിച്ചോടി. ബാക്കിയുള്ള ബി, അതായത് എ ബിയും സിയും കൂടെ റിയാക്ട് ചെയ്തു. ഇതിനകത്തുള്ള ബി എയെ തെറ്റിട്ട് ആരുടെ കൂടെ പോയി? സിയുടെ കൂടെ പോയി. ഇങ്ങനെ നടക്കുന്ന റിയാക്ഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇനി എയും ബിയും, എ ബി എന്ന് പറഞ്ഞ സാധനം സി ഡിയുടെ കൂടെ റിയാക്ട് ചെയ്യും. അപ്പൊ ബി ഡിയുടെ കൂടെ പോയി, സി എയുടെ കൂടെ പോയി, അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിപ്പോയി. ആ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഡബിൾ ഡീകമ്പോസിഷൻ. അല്ലേ? നോക്കടാ, ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിപ്പോയില്ലേ ചെയ്തേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിപ്പോയില്ലേ ചെയ്ത? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്ത് വിളിക്കും? ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ വിളിക്കും. വളരെ സിമ്പിൾ ആണ്. അടുത്ത, വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഷുഗർ സൊല്യൂഷൻ? ഷുഗർ സൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? വളരെ സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. ഇറ്റ് ഈസ് എ സോൾഡ് സൊല്യൂഷൻ. സോൾവെന്റ് ഇറ്റ് ഈസ് സോളിഡ്. ഇറ്റ് ഈസ് ആൾവേസ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നമുക്ക് ഓരോന്നോരോ നോക്കാം. അതെ, ഹോമോജീനസ് അതവിടെ നിൽക്കട്ടെ, ബാക്കി നോക്കാം. ഇറ്റ് ഈസ് എ സോളിഡ് സൊല്യൂഷൻ. ഒരു ഖരാവസ്ഥയിലുള്ള സൊല്യൂഷൻ ആണോ ഷുഗർ സൊല്യൂഷൻ? അല്ല, വെള്ളം പോലെ ഇരിക്കുമല്ലേടാ. അപ്പൊ അതല്ല.
അടുത്ത സോൾവെന്റ് ഇൻ ഇറ്റ് ഈ സോളിഡ്. എടാ നിങ്ങൾ മനസ്സിലാക്കുക, ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് ഷുഗറും വാട്ടറും കൂടെ മിക്സ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്. പഞ്ചസാരയും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ ആണ് ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് പഞ്ചസാരയാണ് സൊല്യൂട്ട്, വാട്ടർ ആണ് സോൾവെന്റ്, അല്ലെ? അതിനകത്തുള്ള സോൾവെന്റ് വാട്ടർ ആണ്. വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. അപ്പോ സോൾവെന്റ് സോൾഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോടാ? അല്ല, തെറ്റാണ്. അതെ, ഇറ്റ് ഈസ് ഓൾവേസ് എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എപ്പോഴും സാച്ചുറേറ്റഡ് ആയിരിക്കും, എപ്പോഴും പൂരിതമായിരിക്കും, എപ്പോഴും നിറച്ച് പഞ്ചസാര ഇട്ട് ചെയ്ത സാധനമാണോ? അല്ല. ഇനി ഇറ്റ് ഇസ് എ ഹോമോജീനസ് സൊല്യൂഷൻ. അതൊരു ഹോമോജീനസ് മിക്സ്ചർ ആണ്. എന്താ ഹോമോജീനസ് എന്ന് പറഞ്ഞാൽ? ഹോമോജീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സൊല്യൂഷന്റെ എല്ലാ ഭാഗത്തും ഒരേപോലാണ്. ഇഫ് ദ സൊല്യൂഷൻ ഹാസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ്, ദ സൊല്യൂഷൻ ഹാസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഇതാണ് നമ്മുടെ ഷുഗർ സൊല്യൂഷൻ എന്ന് വിചാരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഷുഗർ സൊല്യൂഷൻ. ഇതാണ് നമ്മുടെ ഷുഗർ സൊല്യൂഷൻ. ഈ ഷുഗർ സൊല്യൂഷന്റെ എല്ലാ ഭാഗത്തും ഒരേപോലെയാണെങ്കിൽ ഇവിടെയും 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 സൊല്യൂഷൻ എല്ലാ ഭാഗത്തും നോക്കിയാലും ഒരേപോലെയാണ് കാണുന്നത്. നിങ്ങൾക്ക് വ്യത്യാസമൊന്നും കാണുന്നില്ല. മുകളിൽ നോക്കിയാലും താഴെ നോക്കിയാലും എല്ലാം ഒരേപോലെയാണ് എന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ഹോമോജീനസ് മിക്സർ ആണ്. കുറച്ച് ഉപ്പ് വെള്ളം എടുക്കുക, ഉപ്പ് നല്ല രീതിയിൽ കലക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ ഉപ്പ് താഴെ നോക്കും, സൈഡിൽ നോക്കുന്നു, എല്ലാം നിങ്ങൾക്ക് വെള്ളമാട്ടിൽ കാണാൻ പറ്റും, ഒരേപോലെ കാണാൻ പറ്റുക. അത് വിളിക്കുന്ന പേരാണ് ഹോമോജീനസ് മിക്സ്ചർ. ഇനി എന്താ ഹെട്രോജീനസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് വെള്ളവും കുറച്ച് എണ്ണ എടുത്തെന്ന് വിചാരിക്കുക. എന്ത് പറ്റും? എണ്ണ വെള്ളത്തിന്റെ മുകളിൽ എന്ത് ചെയ്യും? പൊങ്ങിക്കിടക്കും. അപ്പൊ മുകളിൽ ഉള്ള സാധനമാണോ താഴെ ഉള്ളത്? അല്ല, മുകളിൽ എണ്ണ ഉള്ളത്, താഴെ വെള്ളം ഉള്ളത്, അല്ലെ? അപ്പൊ എല്ലായിടത്തും ഒരേപോലെ അല്ല എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഹെറ്ററോജീനസ് മിക്സർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഹെറ്ററോജീനസ് മിക്സർ എന്ന് വിളിക്കും. എല്ലായിടത്തും ഒരേപോലെ ആണെങ്കിൽ ഹോമോജീനസ് മിക്സർ എന്ന് വിളിക്കും. അല്ലെ? പഞ്ചസാര ലായനി എന്ന് പറഞ്ഞാൽ, ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോമോജീനസ് മിക്സർ ആണ്. ഓക്കെ അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ. വെൻ നൈട്രജൻ ഡയോക്സൈഡ് ഡിസോൾവ്സ് ഇൻ റെയിൻ വാട്ടർ. നൈട്രജൻ ഡയോക്സൈഡ് നമ്മൾ എന്ത് ചെയ്തു? മഴവെള്ളത്തിൽ ലയിപ്പിക്കുന്നു. ഡാഷ് ഈസ് ഒപ്റ്റൈൻഡ്. എന്താ കിട്ടുക? എടാ നോക്കടാ, നൈട്രജൻ ഡയോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നൈട്രജൻ ഡയോക്സൈഡിന്റെ കൂടെ വാട്ടർ ലയിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് HNO3. എന്ത് കിട്ടും? HNO3 കിട്ടും. എന്താ HNO3 എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നൈട്രിക് ആസിഡ്. ഇത് എവിടെ പഠിച്ചതാ? നമ്മളിത് നോൺ മെറ്റൽസിനകത്ത് പഠിച്ചതാ. എവിടെ? നോൺ മെറ്റൽസിനകത്ത് പഠിച്ചതാ. നോൺ മെറ്റൽസിനകത്ത് നൈട്രജൻ എന്ന ടോപ്പിക് ഉണ്ട്. നൈട്രജനകത്ത് പ്ലാന്റ്സിന് എങ്ങനെയാണ് നൈട്രജൻ കിട്ടുന്നത് നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്, അല്ലെ? ഇടി മിന്നൽ വെട്ടുന്നു, ഇടി മിന്നൽ വെട്ടുമ്പോഴത്തേക്ക് നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് പൊട്ടുന്നു, നൈട്രജൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, പിന്നെയും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, മഴവെള്ളത്തിൽ വെച്ച് താഴെ വരുന്നു, അല്ലെ? ആ ഒരു ടോപ്പിക്ക് പറഞ്ഞ കാര്യമാണ്. നൈട്രജൻ ഡയോക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? നൈട്രിക് ആസിഡ് കിട്ടും. പഠിച്ചു വെച്ചോ, റിയാക്ഷൻ നോട്ട് ചെയ്ത് വെച്ചോ നിങ്ങളെ. അടുത്ത, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ്. അങ്ങനെയാണെങ്കിൽ ന്യൂട്രോണിന്റെ ചാർജ് എന്തോടാ? നെഗറ്റീവ് ഒന്ന് ചാടിക്കയറി എഴുതരുത്. ന്യൂട്രോണിന്റെ ചാർജ് നോ ചാർജ്. ന്യൂട്രോണിന്റെ ചാർജ് നോ ചാർജ്. ഓക്കെ അല്ലെ? പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, ന്യൂട്രോൺ നോ ചാർജ്. അടുത്ത, ആക്ടിനോയിഡ്സ് ബിലോങ്സ് ടു ഡാഷ് പീരീഡ് ഓഫ് പീരിയോഡ് ടേബിൾ. ആക്ടിനോഡ് പീരിയോഡ് ടേബിളിന്റെ ഏത് പീരീഡിലാണ് എന്ത് ചെയ്യുന്നത് ഉള്ളത്? വളരെ സിമ്പിൾ ആണ്. ഇതാണ് നമ്മുടെ പീരിയോഡ് ടേബിൾ എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ പീരിയോഡ് ടേബിൾ. ശ്രദ്ധിച്ചേക്കുക, ഇതാണ് നമ്മുടെ പീരിയോഡ് ടേബിൾ. പീരിയോഡ് ടേബിൾ ഇതാ ഇങ്ങനെ പോണത് ഗ്രൂപ്പുകൾ എന്നാ വിളിക്കുക, അല്ലെ? എങ്ങനെ മൊത്തം 18 ഗ്രൂപ്പുകളുണ്ട്. ഇങ്ങനെ പോണേ നമ്മൾ എന്താ വിളിക്കുക? പീരീഡ് എന്നാണ് വിളിക്കുക. ഇങ്ങനെ മൊത്തം 1, 2, 3, 4 അങ്ങനെ 7 പീരീഡുകളുണ്ട്. ഓക്കെ അല്ലെ? ഇനി ഇവരിൽ ഒന്നും പെടാത്ത താഴെ കുറച്ച് പേര് കിടപ്പുണ്ട്. ഇവരിലാണ് നമ്മുടെ ശ്രദ്ധ. താഴെ 2 റോ ഉണ്ട്. അതിൽ ഒന്നാമത്തെ റോ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാന്തനോയിഡ്സ്. എന്ത് വിളിക്കും? ലാന്തനോയിഡ്സ് എന്ന് വിളിക്കും. ഈ താഴെ കിടക്കുന്ന രണ്ടാമത്തെ റോനെ നമ്മൾ എന്താ വിളിക്കുക? ആക്ടിനോയിഡ്സ് എന്ന് വിളിക്കും. ഓക്കെ അല്ലെ? സോ ഈ ലാന്തനോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇരിക്കുന്ന ഈ 6ാമത്തെ ഗ്രൂപ്പിന്റെ ബാക്കി ആൾക്കാരാണ് ലാന്തനോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന 7ാമത്തെ ഗ്രൂപ്പിന്റെ ബാക്കി ആൾക്കാരാണ് നമ്മൾ എന്ത് വിളിക്കുക? സോ ആക്ടിനോയിഡ്സ് എന്ന് വിളിക്കുക. ഓക്കെ അല്ലെ? സോ ഇവര് പ്രത്യേകം എഴുതിയിരിക്കുന്നതല്ല, ഇതിന്റെ ബാക്കിയാണ് ഇവര്. ഇതിന്റെ ബാക്കിയാണ് ഇവര്. ഓക്കെ, അപ്പൊ ലാന്തനോയിഡ്സ് 6th പീരീഡിലെ ആൾക്കാരും ആക്ടിനോയിഡ്സ് 7th പീരീഡിലെ ആൾക്കാരുമാണ്. അപ്പൊ ലാന്തനോയിഡ്സ് 6th പീരീഡിലെ ആൾക്കാരും ആക്ടിനോയിഡ്സ് 7th പീരീഡിലെ ആൾക്കാരും. അവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ആക്ടിനോയിഡ്സ് ഏത് പീരീഡാ? 7th പീരീഡാണ്. ഓക്കെ അല്ലെ? അടുത്ത, വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും അബണ്ടന്റ് ഗ്യാസ് ആര്?
നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും അബണ്ടന്റ് ഗ്യാസ് നൈട്രജൻ ഗ്യാസ് ആണ്. അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും അബണ്ടന്റ് ഗ്യാസ് നൈട്രജൻ ഗ്യാസ് ആണ്. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുക, എർത്ത് ക്രസ്റ്റിലെ ഏറ്റവും അബണ്ടന്റ് ഗ്യാസ്, അബണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത്, എർത്ത് ക്രസ്റ്റിലെ ഏറ്റവും അബണ്ടന്റ് ഗ്യാസ് ഏതാ? എടാ അത് ഓക്സിജൻ ഗ്യാസ്. യൂണിവേഴ്സിലെ ഏറ്റവും അബണ്ടന്റ് ഗ്യാസ്, ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള ഗ്യാസ് ഏതാ? അത് ഹൈഡ്രജൻ ആണ്. അല്ലേ? യൂണിവേഴ്സിൽ അബണ്ടന്റ് ഹൈഡ്രജൻ, എർത്ത് ക്രസ്റ്റിൽ അബണ്ടന്റ് ഓക്സിജൻ. ഇനി atmosphere abundant nitrogen. Okay. Which substance is used for the preparation of oxygen in laboratory? ലബോറട്ടറിയിൽ ഓക്സിജൻ ഉണ്ടാക്കാൻ വേണ്ടി ഏത് സബ്സ്റ്റൻസ് ആണ് നമ്മൾ ഉണ്ടാക്കുക? എടാ അവിടെ നമ്മൾ യൂസ് സബ്സ്റ്റൻസ് ആണ് KMnO4 അഥവാ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. എന്താ നമ്മൾ ഉപയോഗിക്കുക? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഓക്കെ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഓക്സിജൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്ലസ് ഹീറ്റ് ഗീവ്സ് പൊട്ടാസ്യം മാംഗനേറ്റ് പ്ലസ് മാംഗനീസ് ഡയോക്സൈഡ് പ്ലസ് ഓക്സിജൻ ഒക്കെ നമ്മൾ പഠിച്ചത് പ്രിപ്പറേഷൻ ഓഫ് ഓക്സിജൻ. സോ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മോളിക്യൂൾ അമംഗ് ദ ഫോളോയിങ് ഷോസ് പോളാർ നേച്ചർ? ഇവയിൽ ആരാണ് പോളാർ നേച്ചർ കാണിക്കുന്നത്? ആരൊക്കെ ഉണ്ട് ഇവിടെ? Cl2 ഉണ്ട്, O2 ഉണ്ട്, HBr ഉണ്ട്, N2 ഉണ്ട്. ഓക്കെ അല്ലെ? Cl2, O2, HBr, N2. ഇതിനകത്ത് ആരാണ് പോളാർ നേച്ചർ കാണിക്കുക? നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ വരാം. നിങ്ങൾ നോക്കുമ്പോൾ Cl2, O2, N2 ഒരേപോലെയാണ് ഉള്ളത്. ആരാ? HBr. ഒരു വ്യത്യാസമുണ്ട് അല്ലെ? HBr ആയിരിക്കും ആൻസർ. ഇനി എന്താണ് ശരിക്കും പോളാർ നേച്ചർ? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? വളരെ സിമ്പിൾ ആണ്. പോളാർ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടുപേര് തമ്മിൽ ബോണ്ട് ചെയ്തേക്കുമെന്ന് വിചാരിക്കാം. രണ്ടുപേര് ബോണ്ട് ചെയ്തേക്കുവാണെങ്കിൽ, രണ്ടുപേർക്കും ഇലക്ട്രോണെ ഷെയർ ചെയ്തേക്കുവാണെങ്കിൽ അവിടെ ഇലക്ട്രോണെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കാൻ നോക്കും. എലമെന്റ്സ് ഇലക്ട്രോണിറ്റി പ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ നോക്കും? വലിക്കാൻ നോക്കും. അങ്ങനെ വലിക്കാൻ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഏറ്റവും കൂടുതൽ കഴിവുള്ളവൻ, ഏറ്റവും കൂടുതൽ ശക്തിയുള്ളവൻ, ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിറ്റി ഉള്ളവൻ എന്ത് ചെയ്യും? ആ ഇലക്ട്രോൺ നല്ല രീതിയിൽ വലിച്ചെടുക്കും. മറ്റവന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺ എന്ത് ചെയ്യും? പോവും. അപ്പോഴാണ് എന്തുണ്ടാവുക? ചാർജുകൾ ഉണ്ടാവുക. ചാർജുകൾ ഉണ്ടാവുക. ഓക്കെ. അപ്പോ ഇനി രണ്ട് എലമെന്റിനും ഒരേ ശക്തിയാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഡെസ്ക് ഇവിടെ കുഴപ്പമുണ്ട്. ആ ഡെസ്കിനെ നിങ്ങൾ ഇങ്ങോട്ട് 5 ന്യൂട്ടൺ ഫോഴ്സിൽ, ഇങ്ങോട്ട് 5 ന്യൂട്ടൺ ഫോഴ്സിൽ നീക്കുക. ഒന്നും സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. അത് അവിടെ തന്നെ നിൽക്കും അല്ലെ? അപ്പോ അതേപോലെ രണ്ടും ഒരേ എലമെന്റ് ആണ് വലിക്കുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യൂല? ആ ഇലക്ട്രോൺസ് അവിടെ തന്നെ നിൽക്കുകയും അവിടെ ചാർജ് ഒന്നും ഉണ്ടാവത്തൂല്ല. അവിടെ പോളാർ നേച്ചർ ഇല്ല. പോളാർ നേച്ചർ എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഡിഫറെന്റ് എലമെന്റ്, രണ്ട് ഡിഫറെന്റ് ഇലക്ട്രോണിറ്റി ഉള്ള എലമെന്റ് പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ, ബോണ്ടിനെ ഇലക്ട്രോണെ തമ്മിൽ ഷെയർ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിടിച്ചു വലി ഉണ്ടാവും. ആ പിടിച്ചു വലിയില് ജയിക്കുന്ന ആൾക്ക് നെഗറ്റീവ് ചാർജും തോക്കുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജും. അപ്പൊ ഇവിടെ Cl2 ഉണ്ട്. Cl2 എന്ന് പറഞ്ഞാൽ രണ്ട് Cl അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോണെ ഷെയർ ചെയ്യുക. രണ്ടുപേർക്കും ഒരേ ശക്തി അല്ലടാ, രണ്ട് Cl അല്ലേ? അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാലും ഇലക്ട്രോൺ ഇവിടെ തന്നെ നിൽക്കത്തുള്ളൂ, ചാർജ് ഉണ്ടാവൂല. ഓക്സിജൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാലും ഇലക്ട്രോൺ ഇവിടെ തന്നെ നിൽക്കത്തുള്ളൂ, ചാർജ് ഉണ്ടാവൂല. നൈട്രജൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാലും ഇവിടെ തന്നെ നിൽക്കത്തുള്ളൂ. HBr എന്ന് പറയുമ്പോൾ രണ്ട് എലമെന്റാ അല്ലെ? ഒരാൾ Hഉം ഒരാൾ Br ആണ്. രണ്ടുപേർക്കും ഡിഫറെന്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പൊ എന്ത് ചെയ്യും? രണ്ടുപേര് വലിക്കുമ്പോൾ ഒരാൾക്ക് കിട്ടും, ഒരാൾക്ക് നഷ്ടപ്പെടും. Brന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്, അപ്പൊ Brന് കിട്ടും, H നഷ്ടപ്പെടും. ഇത്ര ആലോചിക്കും. Hഉം Brനും വേറെയാണ്, വലിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പൊ ചാർജ് ഉണ്ടാവും. ചാർജ് ഉണ്ടാവുന്ന ആർക്കാ? HBr. ഓക്കെ ആണോ? What is a solid form of carbon dioxide known as? Solid form of carbon dioxide is known as dry ice. കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോളിഡ് ഫോമിനെ വിളിക്കുന്ന പേരാണ് ഡ്രൈ ഐസ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അടുത്ത ഓക്കെ. സോ ശ്രദ്ധിക്കാം. ഇഫ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ the oxidation state of oxygen in Mn2O3. Mn2O3ക്കകത്തുള്ള ഓക്സിജന്റെ ഓക്സിജൻ സ്റ്റേറ്റ് -2 എന്ന് പറയുന്നുണ്ട്. സോ Mn2O3ക്കകത്തുള്ള ഓക്സിജന്റെ ഓക്സിജൻ സ്റ്റേറ്റ് -2 എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. വാട്ട് ഇസ് ഓക്സിജൻ സ്റ്റേറ്റ് ഓഫ് Mn? Mന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എന്താണ്? Mന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എന്താണ്? വളരെ സിമ്പിൾ ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാ എക്സ് ഒക്കെ ഇട്ട് ചെയ്യാൻ വേണ്ടി. നമുക്കറിയാം Mന്റെ ഓക്സിജൻ സ്റ്റേറ്റ് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? Mന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എക്സ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, ശ്രദ്ധിക്കും. എക്സ് ഇൻറ്റു എത്ര Mn ഉണ്ടാ? 2 Mn ഉണ്ട്. എക്സ് ഇൻറ്റു 2 പ്ലസ് ഓക്സിജന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എത്ര? -2. -2 എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ ഉണ്ട്. സോ ഇൻറ്റു 3. ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ടു 0. ഓക്കെ ആണോ? എക്സ് ഇൻറ്റു 2 ഞാൻ അതേപോലെ എഴുതുന്നു. എക്സ് ഇൻറ്റു 2 പ്ലസ് -2 ഇൻറ്റു 3 എത്ര? -6.
ഇസ് ഈക്വൽ ടു 0. -6നെ അപ്പുറം കൊണ്ടുപോകും. അപ്പൊ എന്ത് വരും എക്സ് ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു -6 അപ്പുറം പോകുമ്പോൾ +6 ആയിട്ട് മാറും അല്ലെ. മൈനസ് അപ്പുറം പോകുമ്പോൾ പ്ലസ് ആവും, പ്ലസ് അപ്പുറം വരുമ്പോൾ മൈനസ് ആവും, ഇൻറ്റു അപ്പുറം പോകുമ്പോൾ ഡിവൈഡ് ആവും, ഡിവൈഡ് അപ്പുറം വരുമ്പോൾ ഇൻറ്റു ആവും അല്ലെ. ഇനി എക്സിനെ മാത്രം മതി നമുക്ക്, ഇൻറ്റു 2നെയും കൂടെ അപ്പുറം കൊണ്ടുപോകും. ഇൻറ്റു 2 അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താ അവിടെ ഡിവൈഡ് ബൈ 2 ആവും. എക്സ് ഇസ് ഈക്വൽ ടു +6 ഡിവൈഡ് ബൈ 2 ഇസ് ഈക്വൽ ടു +3 എന്ന് കിട്ടും. കിട്ടും +3. എക്സ് ഇസ് ഈക്വൽ ടു +3 എന്ന് കിട്ടും. വിചാരിക്കുന്നു ഓക്കെ അല്ലേ. സോ വിച്ച് among the following has the highest ഇലക്ട്രോണെറ്റി? ഈ പറയുന്നവയില് ആർക്കാണ് ഇലക്ട്രോണെറ്റി കൂടുതൽ? എടാ ഓർക്കുക, ഏറ്റവും കൂടുതൽ ഇലക്ട്രോണെറ്റി ഉള്ള എലമെന്റ് അത് ഫ്ലൂറിനാണ്. ഓക്കെ അല്ലേ. സോ അടുത്തത്, ഇതെല്ലാം നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഓക്കെ, ശ്രദ്ധിക്കും വായിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്കൊരു ഇക്വേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. വിച്ച് ഈസ് ദ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷനകത്തുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആരാന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ Na 0 ആയിരുന്നു, അപ്പം പോയപ്പോ എന്തായിട്ട് മാറി, Na+1 ആയിട്ട് മാറി. Na ഇവിടെ 0 ആയിരുന്നു, എന്നയുടെ ഓക്സിജൻ സ്റ്റേറ്റ് 0, ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾ 0 ആണ്. അപ്പുറം പോയപ്പോ എന്തായിട്ട് മാറി, എന്നയുടെ ഓക്സിജൻ സ്റ്റേറ്റ് +1 ആയിട്ട് മാറി, അല്ലെ 1+ ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഓക്സിഡേഷൻ നമ്പർ കൂടുവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഓക്സിഡേഷൻ എന്ന് വിളിക്കും. സോ ഓക്സിഡേഷൻ നടന്ന ആർക്ക് അവിടെ? ഓക്സിഡേഷൻ നടന്നത് Na-ക്കാണ്. ഇനി ഇവിടെ Cl-ന്റെ ഓക്സിജൻ സ്റ്റേറ്റ് 0 ആയിരുന്നു, അപ്പുറം പോയപ്പോ എന്തായിട്ട് മാറി? -1 ആയിട്ട് മാറി, കുറഞ്ഞു ഓക്സിജൻ സ്റ്റേറ്റ്. ഓക്സിജൻ സ്റ്റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ വിളിക്കുക? ഓക്സിജൻ സ്റ്റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കും റിഡക്ഷൻ. എന്ത് വിളിക്കും? റിഡക്ഷൻ. ഓക്കെ അല്ലെ. റിഡക്ഷൻ ആർക്ക് സംഭവിച്ചേ? Cl ആണ് റിഡക്ഷൻ സംഭവിച്ചത്. ഓക്കെ ആണോ? ഓക്സിഡേഷൻ സോഡിയത്തിനും റിഡക്ഷൻ Cl. പക്ഷെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ചോദിച്ചേക്കുന്നത്. ശ്രദ്ധിക്കണം, ഓക്സിഡേഷൻ ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിഡക്ഷൻ സംഭവിച്ച ആളാണ് ഓക്സിഡൈസിങ് ഏജന്റ്. റിഡക്ഷൻ സംഭവിച്ച ആൾക്കാണ് ആരാളാ? Cl ആണ്. ഇനി എന്താണ് റെഡ്യൂസിങ് ഏജന്റ്? റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ സംഭവിച്ച ആളാണ് റെഡ്യൂസിങ് ഏജന്റ്. ആരടാ? Na. ഓക്കെ ആണ് വിചാരിക്കുന്നു. ഓക്കെ, സോ ഫിൽ ദ റിലേഷൻ ആൻഡ് ഫിൽ ദ ബ്ലാങ്ക്സ്. നൈട്രജൻ N2 ആണെങ്കിൽ ഓസോൺ എന്തായിരിക്കും? O3 ആണ് ഓസോൺ. അടുത്ത, ഓക്കെ, നമ്മൾ ഇവിടം വരെയാണ് ചെയ്ത് നിർത്തിയത്. ഇനി അടുത്ത, വിച്ച് ഈസ് ദ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ ദിസ് റിയാക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ആരാ? റിഡക്ഷൻ സംഭവിക്കുന്ന ആള്. ഓക്കെ, അപ്പൊ റിഡക്ഷൻ സംഭവിക്കുന്ന ആരാന്ന് നോക്കിയാൽ പോരാ ഡയറക്റ്റ്. ഇവിടെ H0 ആയിരുന്നു, അപ്പുറം പോയപ്പോ എന്തായിട്ട് മാറിടാ? H+1 ആയിട്ട് മാറി. ഓക്സിജൻ നമ്പർ കൂടി, ഓക്സിഡേഷൻ. പിന്നെ ഓക്സിഡേഷൻ സംഭവിച്ചേ ഇപ്പൊ റെഡ്യൂസിങ് ഏജന്റാ. Cl ഇവിടെ 0 ആയിരുന്നു, അപ്പുറം പോയപ്പോ എന്തായിട്ട് മാറി? Cl-1 ആയിട്ട് മാറി. ഓക്സിജൻ നമ്പർ കുറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷൻ. അപ്പൊ യവനാണ് ആര്? ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ Cl ആണ് ഓക്സിഡൈസിങ് ഏജന്റ്. അടുത്ത, ഓക്കെ, ഇത് നമുക്ക് ഇപ്പോഴത്തെ സിലബസിൽ ഇല്ല. ഓക്കെ, carbon atoms have ability to combine with each other. By which name this ability is known as? കാർബൺ ആറ്റങ്ങൾക്ക് പരസ്പരം ജോയിൻ ആവാനുള്ള കഴിവുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് കാറ്റിനേഷൻ. എന്താ വിളിക്കുക? കാറ്റിനേഷൻ എന്ന് വിളിക്കും. ഓക്കെ, വിച്ച് ഐസോടോപ്പ് ഈസ് നോൺ ആസ് ട്രേസർ ഫോർ ഐഡന്റിഫൈങ് ദ ന്യൂട്രിയന്റ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിനകത്തുള്ള ന്യൂട്രിയന്റ് എക്സ്ചേഞ്ചിനെ ഏത് ഐസോടോപ്പാണ് അതിനകത്ത്? P31, ഫോസ്ഫറസ് 31 ആണ്. കാർബൺ 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോസിൽസിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. അയഡിൻ 31 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നു. യുറേനിയം 235 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോ പ്ലാന്റ്സിന്റെ ന്യൂട്രിയന്റ് എക്സ്ചേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഫോസ്ഫറസ് 31 ആണ്. ഓക്കെ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ബേക്കിംഗ് സോഡ ആൻഡ് വാഷിംഗ് സോഡ ആർ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കാർബൺ. കാർബൺ ഉള്ള കോമ്പൗണ്ടുകളാണ് ബേക്കിംഗ് സോഡയും വാഷിംഗ് സോഡയും. അങ്ങനെയാണെങ്കിൽ എന്താണ് ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ നെയിം? എടാ പഠിച്ചോണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ നെയിം NaHCO3. NaHCO3 അത് ഇതിന്റെ കെമിക്കൽ ഫോർമുലയാണ്. സോഡിയം HCO3 നമ്മൾ വിളിക്കുക ബൈകാർബണേറ്റ് എന്നാണ്. ബൈകാർബണേറ്റ്. അപ്പൊ ഇതിന്റെ പേരെന്ത് വരും? സോഡിയം ബൈകാർബണേറ്റ്. എടാ അറിഞ്ഞിരിക്കുക 2 സാധനങ്ങളുണ്ട്.
വാഷിംഗ് സോഡ, 2 ബേക്കിംഗ് സോഡ. വാഷിംഗ് സോഡയുടെ കെമിക്കൽ ഫോർമുല Na2CO3 എന്നാണ്. ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ ഫോർമുല NaHCO3 എന്നാണ്. രണ്ടിലും CO3 ഉണ്ട്, രണ്ടിലും Na ഉണ്ട്. എന്താ വ്യത്യാസം? ഒരെണ്ണത്തിൽ H, ഒരെണ്ണത്തിൽ H ഇല്ല. നോക്കാം. Na2CO3 നോക്കേ, Na2CO3. നാറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വാഷ് ചെയ്യും. വാഷിംഗ് സോഡ കണ്ടോ, Na2CO3 എന്നാലും വെച്ചാൽ മതി. വാഷിംഗ് സോഡ, NaHCO3 ബേക്കിംഗ് സോഡ. സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ് ബേക്കിംഗ് സോഡ. Okay, which is a gas formed when these compounds react with the acid. ഈ കോമ്പൗണ്ടുകൾ ആസിഡോട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമുക്ക് പഠിക്കാനില്ല, പോട്ടെ. From the given statement, select those suitable for graphite. ഗ്രാഫൈറ്റ് ആയിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾക്ക് is a conductor of electricity. ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്ന ആളാണോടാ? It is very hard. അല്ല, സോഫ്റ്റ് ആണ് ഗ്രാഫൈറ്റ്, അല്ലെ? It is non volatile. നോൺ വോളറ്റൈൽ ആണ്. Has high thermal conductivity. തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. ഓക്കെയാണോ? അടുത്ത 4HNO3 gives 4A plus 2H2O plus O2. ഐഡന്റിഫൈ A. നിങ്ങൾ എവിടെയും കണ്ടോ? ഇത് നിങ്ങൾ എവിടെയും കണ്ടോ? ആലോചിച്ചു. ഇങ്ങനല്ല, തിരിഞ്ഞൊരു രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കാം. ഞാൻ കെമിസ്ട്രിയുടെ ഒരു റൂൾ വെച്ചൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഓക്കെ, എന്നിട്ട് ഞാൻ ശരിക്കുള്ള ആൻസർ പറയാം. വളരെ സിമ്പിളാണ്. കെമിസ്ട്രിയുടെ റൂള് പ്രകാരം ഓക്കെ, ഇവിടെ എത്ര ആറ്റങ്ങളുണ്ടോ അത്രയും ആറ്റങ്ങൾ ഇവിടെയും കാണും. ഇവിടെ 4 നൈട്രജൻ ഉണ്ടെങ്കിൽ ഇവിടെ 4 നൈട്രജൻ ആണ്. ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഇവിടെയും 4 ഹൈഡ്രജൻ. അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് എടുത്തെഴുതാം. അപ്പൊ മിസ്സിംഗ് ആരാന്ന് അറിയാലോ? ഇവിടെ ആരൊക്കെ ഉണ്ടാ? ഇവിടെ 4 ഹൈഡ്രജൻ, പിന്നെ 4 നൈട്രജൻ, പിന്നെ 4 × 3 4 × 3 12 ഓക്സിജൻ ഉണ്ട്. അപ്പുറത്തോ ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെ നമുക്ക് എന്താന്ന് അറിയണം, അതവിടെ ആയിക്കട്ടെ. 2 × 2 4 ഹൈഡ്രജൻ ഉണ്ട്, 2 ഓക്സിജൻ ഉണ്ട്, പ്ലസ് 2 ഓക്സിജൻ. അപ്പൊ 4 ഓക്സിജൻ. ആരാ ഇല്ലാത്ത? 4 ഹൈഡ്രജൻ അവിടെ ഇവിടെ ഉണ്ട്, 4 ഓക്സിജൻ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോ ബാക്കി ഇവിടെ എത്ര ഓക്സിജൻ വരാനുണ്ട്? 12 4 പോയി കഴിഞ്ഞാൽ ബാക്കി 8 ഓക്സിജൻ വരാനുണ്ട്. ഓക്കെ അല്ലെ? അപ്പൊ 4 നൈട്രജനും 8 ഓക്സിജനും മിസ്സിംഗ് ആണ്. 4 നൈട്രജനും 8 ഓക്സിജനും മിസ്സിംഗ് ആണ്. അപ്പോ ഇവിടെ സൈഡിൽ 4 എന്ന് പറഞ്ഞ നമ്പർ കിടപ്പുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾ ഇതിൽ 4 കോമൺ എടുക്കുക. ഇതിൽ 4 ഇതാണ്. ഈ 4 ഓക്സിജന്റെ കയ്യിൽ 4 നൈട്രജനും 8 ഓക്സിജനും നമ്മുടെ കയ്യിലുള്ളത്. 4 കോമൺ എടുക്കുക. എന്ത് കിട്ടും? 4 നൈട്രജന് 4 പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ ഓക്സിജന് 4 പോയി കഴിഞ്ഞാൽ 4 പോയി കഴിഞ്ഞാൽ ബാക്കി 2 അല്ലെ? NO2 4 NO2. ചിന്തിച്ചെഴുതാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഞാൻ ഇവിടുത്തെ ആറ്റങ്ങളുടെ എണ്ണം എടുത്ത് എഴുതി, ഇവിടുത്തെ ആറ്റങ്ങളുടെ എണ്ണം എടുത്ത് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിനകത്ത് എന്താണ് കുറവുള്ളതെന്ന് നോക്കി, അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? കോമ്പൗണ്ട് ബിൽഡ് ചെയ്തു. ഇനി ഇത് ഏത് റിയാക്ഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ക്വസ്റ്റ്യനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഒരു റിയാക്ഷൻ പഠിച്ചില്ലായിരുന്നോടാ? നമ്മളെ നൈട്രിക് ഓക്സൈഡ് വെള്ളമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് കിട്ടും? നൈട്രജൻ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ ഗീവ്സ് HNO3. ഇവിടെ പ്ലസ് ഓക്സിജൻ ഉണ്ട്, കണ്ടോ? ഈ റിയാക്ഷൻ ആണിത്. നോക്ക് നോക്ക്, കണ്ടോ? ഇത് തിരിച്ചറിയാൻ പറ്റണം. തിരിച്ചറിയാൻ പറ്റാത്തവർ എന്ത് ചെയ്യുക? ട്രിക്ക് വെച്ച് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, സോ റൈറ്റ് എനി വൺ പ്രോപ്പർട്ടി ഓഫ് പ്രോഡക്റ്റ് എ. കിട്ടിയ പ്രോഡക്റ്റ് അത് നമുക്ക് ഇപ്പൊ ഇല്ല, സിലബസിൽ ഇല്ല. Write any 2 advantages of using organic fertilizers. Organic fertilizers യൂസ് ചെയ്യുന്നതിന് എന്തെങ്കിലും 2 അഡ്വാൻറ്റേജ് ഇല്ല. വളരെ സിമ്പിൾ ആണ്. കീപ്സ് ഒറിജിനാലിറ്റി ഓഫ് സോയിൽ. സോയിലിന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടില്ല. കീപ്സ് ഒറിജിനാലിറ്റി ഓഫ് സോയിൽ. അതേപോലെ എക്കോ ഫ്രണ്ട്ലി ആണ്. പാരിസ്ഥിതികമായിട്ട് ദോഷമൊന്നുമില്ല. എക്കോ ഫ്രണ്ട്ലി ആണ്. ഓക്കെ അല്ലേ? സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഗിവൺ ബിലോ. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതാണ് സ്ട്രക്ചർ.
വാട്ട് ഈസ് ദ വാലൻസി ഓഫ് കാർബൺ? കാർബണിന്റെ വാലൻസി എന്ത്? എടാ നമുക്കറിയാം കാർബണിന്റെ വാലൻസി എത്ര? 4 പഠിച്ചു വെക്കുക. കാർബണിന്റെ വാലൻസി എത്രയാണ്? 4. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് കണ്ടെയ്ൻ ഓൺലി 1 കാർബൺ ആൻഡ് ഹൈഡ്രജൻ? സോറി, വാട്ട് ഈസ് ദ ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് കണ്ടെയ്ൻ ഓൺലി കാർബൺ ആൻഡ് ഹൈഡ്രജൻ? കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ട് വിളിക്കുന്ന പേരാണ് ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ട് പേരെന്താ? ഈ കോമ്പൗണ്ട് പേരെന്താ? ഓക്കെ, സി 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 ഇതല്ലായിരുന്നോടാ കോമ്പൗണ്ട്? ഇതിന്റെ പേരെന്തോ? എങ്ങനെ ഇതിന്റെ പേര് എഴുതുക? ഇതിന്റെ പേര് എങ്ങനെ എഴുതുക? കാർബണിന്റെ എണ്ണം എത്ര കാർബൺ? 1, 2, 3 കാർബൺ അല്ലെ? 3 കാർബൺ ഉണ്ട്. അതിനെന്താ വിളിക്കുക? അതിന്റെ വേർഡ് റൂട്ട് എന്താ? മെത്ത്, എത്ത്, ഇനി എല്ലാ ബോണ്ടും എന്ത് ബോണ്ടാ? എല്ലാ ബോണ്ടും എന്ത് ബോണ്ടാ? സിംഗിൾ ബോണ്ടാ. എല്ലാ ബോണ്ടും എന്ത് ബോണ്ടാ? സിംഗിൾ ബോണ്ടാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എയും ചേർത്ത് കൊടുക്കും. പ്രൊപ്പെയിൻ. ഇതിന്റെ പേരെന്തോടാ? പ്രൊപ്പെയിൻ. അടുത്ത, സെലക്ട് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാഫൈറ്റ് ഫ്രം ദ ഗിവൺ ബോക്സ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ഗ്രാഫൈറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുക? എടുത്തെഴുതുക. ഗ്രാഫൈറ്റിന്റെ പ്രോപ്പർട്ടീസ് എടുത്തെഴുതുക. വെരി ഹാർഡ് ആണോ? അല്ല. അല്ല. ഗ്രാഫൈറ്റ് എന്താ? ഗ്രാഫൈറ്റ് വെരി ഹാർഡ് ആണോ? അല്ല. ഗ്രാഫൈറ്റ് ഭയങ്കര സോഫ്റ്റ് ആണ്. ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ്. ഓക്കെ. കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ആളാണോ ഗ്രാഫൈറ്റ്? ആണ്, കറക്റ്റ് ആണ്. നോൺ വോളറ്റൈൽ ആണ്, കറക്റ്റ് ആണ്. ട്രാൻസ്പെറന്റ് അല്ല. ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല. അത് രണ്ട് ഗ്രാഫൈറ്റിന്റെ ഡയമണ്ടിന്റെ പ്രോപ്പർട്ടിയാണ്. ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ദ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് അലൂമിനിയം. അലൂമിനിയത്തിന്റെ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡയഗ്രം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ആദ്യം ഈ അലൂമിനിയത്തിന് മുകളിൽ എഴുതിയിരിക്കുന്ന ആളെന്തോ? തലയിൽ എഴുതിയിരിക്കുന്ന ആളെന്തോ? തലയിൽ എഴുതിയിരിക്കുന്ന ആളാണ് മാസ് നമ്പർ. താഴെ എഴുതിയിരിക്കുന്ന ആളാണ് അറ്റോമിക് നമ്പർ. അപ്പൊ നമുക്ക് ആദ്യം അതങ്ങ് ഇട്ടുക. ഇവിടുത്തെ മാസ് നമ്പറിനെ എ വെച്ചിട്ടാ സൂചിപ്പിക്കുക. എത്ര? 27. അറ്റോമിക് നമ്പർ നമ്മൾ ഇസഡ് വെച്ചിട്ടാ സൂചിപ്പിക്കുക. എത്ര? 13. ഓക്കെ. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റോമിക് നമ്പറിന് ഈക്വലാ 13. നമ്പർ ഓഫ് പ്രോട്ടോൺ. പ്രോട്ടോൺ ഇലക്ട്രോൺ സെയിം നമ്പറാ. നമ്പർ ഓഫ് ന്യൂട്രോൺ. ന്യൂട്രോൺ എത്രടാ? ന്യൂട്രോണിന്റെ ഇക്വേഷൻ എന്തുവാ? എ ടു സെഡ് ആണ് അല്ലെ? എ ടു സെഡ് ഉണ്ടോ? എ മൈനസ് സെഡ്. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ എത്രടാ? 27. 27 മൈനസ് 13. 27 മൈനസ് 13 എത്ര? 27 മൈനസ് 13 എത്ര ഇട്ടൂടാ? 27 മൈനസ് 13 എത്ര കിട്ടും? 27 മൈനസ് 13 is equal to 4 14 കിട്ടും അല്ലെ? ഓക്കെ. സോ ഇനി എന്ത് ചെയ്യാ? വരയ്ക്കാം. ഇനി നമ്മൾ ഇതിനകത്ത് വരയ്ക്കാൻ പോകും. സോ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആറ്റം നമ്പർ 13 അല്ലേ? 2, 8, 3. ഓക്കെ. ഫസ്റ്റ് നമ്മൾ എന്താ വരയ്ക്കണ്ടേ? ഫസ്റ്റ് നമ്മുടെ എന്ത് വരയ്ക്കുക? ന്യൂക്ലിയസ് വരയ്ക്കുക. ന്യൂക്ലിയസിനകത്ത് ആരൊക്കെ ഉണ്ടോ? ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. എത്ര പ്രോട്ടോൺ ഉണ്ട്? 13 എണ്ണം ഉണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് 13. എത്ര ന്യൂട്രോൺ ഉണ്ട്? നമ്മൾ കണ്ടുപിടിച്ചു. 14 ന്യൂട്രോൺ ഉണ്ട്. ഓക്കെ. ഇനി എത്ര സെല്ലുണ്ട്? 1, 2, 3 സെല്ലുണ്ട് അല്ലെ? ഫസ്റ്റ് സെല്ല് ഞാൻ വരയ്ക്കാൻ പോകണം. ഫസ്റ്റ് സെല്ല് വരയ്ക്കാം. സെക്കൻഡ് സെല്ല്, തേർഡ് സെല്ല്. 3 സെല്ലുണ്ട്. ഇനി നോക്ക്, ഒന്നാം സെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ. 1, 2. രണ്ടാം സെല്ല് 8 എണ്ണം. 1, 2, 3, 4, 5, 6, 7, 8. മൂന്നാം സെല്ല് 3 എണ്ണം. 1, 2, 3. ഇങ്ങനെയാണ് നമ്മൾ ഡയഗ്രമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുക? റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ. സോ അടുത്ത എം ജി
എംജിയുടെ അറ്റോമിക് നമ്പർ 12 ആണ്. എംജിയുടെ അറ്റോമിക് നമ്പർ 12 ആണ്. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ ആറ്റം. ആ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. വളരെ സിമ്പിൾ അല്ലടാ. എംജിയുടെ അറ്റോമിക് നമ്പർ 1 സെക്കൻഡ്. എംജിയുടെ അറ്റോമിക് നമ്പർ 12 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തുള്ളത്? 2, 8, 2 അല്ലെ? അപ്പൊ അതിന്റെ പീരീഡ് ആൻഡ് ഗ്രൂപ്പ് ഇൻ വിച്ച് ബിലോങ്സ്. വളരെ സിമ്പിൾ ആടാ. പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുക? പീരീഡ് പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി അതിന്റെ ഷെൽ നമ്പർ നോക്കിയാൽ ഷെൽ നമ്പർ നോക്കടാ. പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? 1, 2, 3. എത്ര സെല്ലുണ്ട്? 1, 2, 3 സെല്ലുണ്ട്. 3 സെല്ലുണ്ടെങ്കിൽ പീരീഡ് നമ്പർ എത്ര ആയിരിക്കും? 3 ആയിരിക്കും. ഓക്കെ. ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? അവസാനത്തെ സെല്ല് ഇലക്ട്രോൺ നോക്കുക. അവസാനത്തെ ഇലക്ട്രോൺ എത്ര എണ്ണം ഉണ്ട്? അവസാന സെല്ല് ഇലക്ട്രോൺ എത്ര എണ്ണം ഉണ്ടാ? 2 എണ്ണം അല്ലെ? അവസാന സെല്ല് ഇലക്ട്രോൺ 2 ആണെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്തായിരിക്കും? 2.